നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറലും STCയുമായി സഹകരിച്ച് ബഹ്റൈൻ ഫാർമേഴ്സ് മാർക്കറ്റിന്റെ 12ാമത് എഡിഷൻ ഡിസംബർ 7 മുതൽ ഫെബ്രുവരി 22 വരെ ആരംഭിക്കുമെന്ന് മുനിസിപ്പാലിറ്റി കാര്യ കൃഷിമന്ത്രി വെയിൽ ബിൻ നാസർ അൽ മുബാറക് അറിയിച്ചു. ബഹ്റൈൻ കർഷകരും ബ്രാൻഡുകളും കരകൌശല വിദഗ്ധരും രാജ്യത്തെ ദേശീയ അവധി ദിനങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന വിപണിയിൽ പങ്കെടുക്കും. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ നിസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പിന്തുണയും പാലിച്ചാണ് ഫാർമേഴ്സ് മാർക്കറ്റ് നടത്തുന്നതെന്നും അൽ മുബാറക് വ്യക്തമാക്കി. ഫാർമേഴ്സ് മാർക്കറ്റിന്റെ പുതിയ സീസണിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും രജിസ്ട്രേഷനുകൾ പൂർത്തിയായതായും മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയത്തിലെ അഗ്രികൾച്ചറൽ ആൻഡ് അനിമൽ വെൽത്ത് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി അസീം അബ്ദുൽ ലത്തീഫ് അബ്ദുള്ളയും അറിയിച്ചു. ഡിസംബർ 7 മുതൽ ഫെബ്രുവരി 22 വരെ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഫാർമേഴ്സ് മാർക്കറ്റ് പ്രവർത്തിക്കുക. ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പ് ബഹ്റിനിൽ ആരംഭിച്ചു. ഡിസംബർ 15 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് ഇതാദ്യമായാണ് ബഹ്റിൻ വേദിയാകുന്നത്. ബഹ്റിൻ നാഷണൽ തിയേറ്ററിന് എതിർവശത്തുള്ള മൈതാനത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് മത്സരങ്ങൾ നടക്കുക. ബഹ്റിൻ ആതിഥേയത്വം വഹിക്കുന്ന സീനിയർ അത്ലറ്റുകൾക്കായുള്ള ആദ്യത്തെ ആഗോള ഒളിമ്പിക് തല കായിക ചാമ്പ്യൻഷിപ്പാണ് ഇത്. മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധിയും സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 114 രാജ്യങ്ങളിൽ നിന്നായി 1000-ഓളം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ബഹ്റൈൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവന്റിലേക്കുള്ള പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് ബഹ്റൈൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ഇഷാഖ് ഇബ്രാഹിം ഇഷാഖ് അറിയിച്ചു. എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ ടിക്കറ്റ് വിതരണ സംവിധാനവും നടപ്പാക്കും. ജീവസൃഷ്ടികളിൽ ഏറ്റവും ദുർബലമായിരുന്നിട്ടും മനുഷ്യനെ ഏറ്റവും വലിയ ശക്തിയായി വളർത്തിയതും ഒന്നിപ്പിച്ചു നിർത്തിയതും പുസ്തകങ്ങളാണ് എന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ. ബഹ്റൈൻ പ്രവാസിയും കഥാകൃത്തുമായ ജലീലിയോ രചിച്ച റംഗൂൺ സ്ട്രാപ്പ് എന്ന നോവൽ പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ഉമ്പാച്ചി പുസ്തകത്തെ പരിചയപ്പെടുത്തി. യുവ എഴുത്തുകാരനും വിദ്യാഭ്യാസ പരിശീലകനുമായ ലിജേഷ് കുമാർ, യാത്രികനും എഴുത്തുകാരനുമായ സജി മാർക്കോസ്, P ഉണ്ണികൃഷ്ണൻ, പുസ്തകോത്സവ കൺവീനർ ഹരീഷ് നായർ എന്നിവർ ആശംസകൾ നേർന്നു. സമാജം ആക്ടിംഗ് ജനറൽ സെക്രട്ടറി മഹേഷ് പിള്ള ചടങ്ങിന് സ്വാഗതം ആശംസിക്കുകയും സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ R നായർ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. പുസ്തക പ്രകാശാനന്തരം ഉണ്ണി ബാലകൃഷ്ണനുമായുള്ള മുഖാമുഖവും നടന്നു. പുസ്തക പ്രകാശനത്തിന് മുന്നോടിയായി മലയാളം മിഷൻ കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഒരുക്കിയിട്ടുള്ള ഒരിടത്തൊരിടത്ത് എന്ന കഥയിടവും ബഹ്റൈനിലെ പാട്ടുകാരികളായ സുഹൃത്തുക്കളുടെ മ്യൂസിക് ബാൻഡായ ദി പിങ്ക് ബാങ്ക് ഒരുക്കിയ സംഗീത പരിപാടിയും അരങ്ങേറി. ആദ്യ റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ പുതിയ കുതിപ്പിനൊരുങ്ങി ഒമാൻ. ഒമാന്റെ ആദ്യ റോക്കറ്റ് ദുഃഖം 1 പരീക്ഷണ വിക്ഷേപണം ബുധനാഴ്ച നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതായും അധികൃതർ അറിയിച്ചു. ദുഃഖം ഇത്തലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വിക്ഷേപണം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പദ്ധതി നാഷണൽ സ്പേസ് സർവീസ് കമ്പനിയുടെ കീഴിലാണ് നടക്കുന്നത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ലോഞ്ചിങ്ങിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. 123 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റിന് 6.5 മീറ്റർ ഉയരമുണ്ട്. പൂർണ്ണവും പ്രവർത്തനക്ഷമവുമായ ബഹിരാകാശ പോർട്ട് സ്ഥാപിക്കുന്നതിന്റെ പ്രാരംഭഘട്ടം കൂടിയാണ് ഈ പദ്ധതിയെന്ന് ഗതാഗത വാർത്താവിനിമയ വിവരണ സാങ്കേതിക മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി പറഞ്ഞു. പട്ടാള നിയമം പിൻവലിച്ച ദക്ഷിണ കൊറിയ. കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് പ്രസിഡന്റ് യൂൻ സുക് യോളിന്റെ തീരുമാനം. പ്രഖ്യാപിച്ച് 2 മണിക്കൂർ പിന്നിട് മുൻപേ നിയമം പിൻവലിച്ചു. പട്ടാള നിയമത്തിനെതിരെ പാർലമെന്റ് ഒറ്റക്കെട്ടായാണ് ശബ്ദമുയർത്തിയത്. ആയിരങ്ങൾ പാർലമെന്റ് വളഞ്ഞു പ്രതിഷേധിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി ദേശീയ ടെലിവിഷനിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old
Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം. നീണ്ട ചർച്ചകൾക്കൊടുവിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകാൻ ദേവേന്ദ്ര ഫട്നാവിസ്. സത്യപ്രതിജ്ഞ നാളെയുണ്ടായേക്കും. 8 സുപ്രധാന വകുപ്പുകളുടെ ചുമതല ദേവേന്ദ്ര ഫട്നാവിസിനുണ്ടാകുമെന്നാണ് സൂചന. അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിമാരാകും. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഏറെ ദിവസമായി മഹായുതി സഖ്യത്തിൽ തർക്കം തുടരുകയായിരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 5 നടക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച CPM-ന്റെ യുവ പ്രദീപ് എന്നിവർ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ ദൈവനാമത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കന്നി സത്യപ്രതിജ്ഞ. ദൃഢപ്രതിജ്ഞ ചെയ്തായിരുന്നു UR പ്രദീപിന്റെ നിയമസഭയിലെ 2ാം ഊഴം. 2016 ആയിരുന്നു UR പ്രദീപിന്റെ ആദ്യ വിജയം. നിലവിൽ CPIM ദേശമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് UR പ്രദീപ്. നിയമസഭാ സ്പീക്കർ AN ഷംസീറാണ് ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് സർവീസ് ആരംഭിക്കുന്നു. ഡിസംബർ 20-ാം തീയതി മുതൽ ദിവസവും സർവീസ് ഉണ്ടായിരിക്കും. കരിപ്പൂരിൽ നിന്ന് രാത്രി 9:50 പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം 12:30 അബുദാബിയിലെത്തുക. തിരികെ പുലർച്ചെ 1:30 പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം രാവിലെ 6:45 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജനുവരി 15 വരെയാണ് നിലവിൽ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റൂട്ടിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായാൽ സർവീസ് നീട്ടാനാണ് സാധ്യത. നിലവിൽ ദമാം, ജിദ്ദ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.